ശരി, ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ദേവൻ തന്നെ വെറുക്കണം, മറക്കണം. പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നീയൊരു നൊമ്പരമായി അവനിൽ അവശേഷിക്കാൻ പാടില്ല. ഇത്രയല്ലേ ഉള്ളൂ? ദീപൻ പറഞ്ഞു. ഒരു മൂളലോടെ തല കുനിഞ്ഞുപോയി അവളുടെ. കാരണവും കാര്യവും ഞാൻ അന്വേഷിക്കുന്നില്ല. ഇത്ര നാളും നിഴൽ പോലെ കൂടെ നടന്നിട്ടും അവനെ അറിഞ്ഞിട്ടും ഉള്ളു മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല അല്ലേ? അവൾ മിണ്ടിയില്ല. ശരി, പക്ഷേ ഒരൊറ്റ ചോദ്യം. അതിൻ്റെ ഉത്തരം എനിക്ക് വേണം. അത് കിട്ടിയേ പറ്റൂ. ദീപൻ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. എന്തിന്? ഇത്രയേറെ സ്നേഹിച്ചിട്ട് പിന്നെ എന്തിനാ അവനിൽ നിന്ന് ഓടി ഒളിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അവൻ കൈ ഉയർത്തി തടഞ്ഞു. വീട്ടിൽ സമ്മതിക്കില്ല എന്നോ അവനോളം സമ്പത്തില്ല എന്നോ തുടങ്ങിയ ന്യായങ്ങൾ എനിക്ക് കേൾക്കണ്ട. അതൊക്കെ മുൻപ് തന്നെ നിനക്ക് അറിയാവുന്നതാണ്. ശരിക്കുമുള്ള റീസൺ അത് പറയാൻ പറ്റുമോ തനിക്ക്? പറയാം സാർ, ഞാൻ പറയാം. ഇനിയൊന്നും ഒളിച്ചു വെക്കുന്നില്ല. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. കോളിംഗ് ബെല്ലടിച്ച് അസ്വസ്ഥതയോടെ ദേവൻ നിന്നു. ഒരു മുണ്ട് വലിച്ചു വാരി ചുറ്റി വിയർത്തൊഴുകി ദീപൻ വാതിൽ തുറന്നു. അവനെ കണ്ട് ഒന്ന് പകച്ചുപോയി. ആ സമയം അവന് ആർദ്രയുടെ മണമായിരുന്നു. നെഞ്ചിൽ അവിടെ എവിടെയായി ഇളം റോസ് നിറമുള്ള ലിപ്സ്റ്റിക് പതിഞ്ഞിരുന്നു. ഹായ് ദേവൻ, എന്താടാ? അവിടെ തന്നെ നിന്നേ, അകത്തേക്ക് വാ. അവൻ അകത്തേക്ക് കയറും നേരം ദീപൻ അവനെ കണ്ണെടുക്കാതെ നോക്കി. ആരോ, ഇങ്ങോട്ട് വാ. ആരാ വന്നിരിക്കുന്നേ എന്ന് നോക്കിക്കേ. അവൾ സ്ലീവ്ലെസ്സായ ഒരു ലോങ് നൈറ്റിയാണ് ഇട്ടിരുന്നത്. മുടി അങ്ങനെ പുറം മുഴുവൻ നിറഞ്ഞു കിടന്നു. പരന്ന കൺമഷി, മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു. അവളെ കണ്ടതിൻ്റെ ആകണം. അവൻ പെട്ടെന്ന് ദീപൻ്റെ നേരെ തിരിഞ്ഞു. ആരാടാ നിൻ്റെ ആരു? ആരുമല്ല ദേവൻ. അവൻ പെട്ടെന്ന് വെള്ളമിറക്കി. പണ്ട് ഇങ്ങനെയൊന്ന് കൂട്ടിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അവളെ ചേർത്ത ഇല്ലാത്ത കഥയൊന്നും ഉണ്ടാക്കിയപ്പോൾ ആ ഓർമ്മയിൽ തന്നെ അവനൊന്ന് പിടഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കടാ. അവനെ മാറ്റി നിർത്തിയിട്ട് ആർദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. 10 വരെ എണ്ണും. അതിനുള്ളിൽ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നില്ലെങ്കിൽ. അവളൊന്ന് പകച്ചു. 1 2 3. അവൾ തിരിഞ്ഞ് മുറിയിലേക്ക് ഓടി. കണ്ണിന് മുൻപിൽ ഒന്നും പിടിക്കുന്നില്ല. 4 5. ദൈവമേ! പെട്ടെന്ന് ജയദേവൻ്റെ ഒരു ഷർട്ട് കണ്ണിൽ പെട്ടു. അവൾ അതെടുത്തിട്ടു. 6 7 8. അവൻ്റെ അടുത്തേക്ക് തിരിച്ച് ഓടി വന്നു നിന്നു. ആ ഷർട്ട് കാണി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവനൊന്ന് ഒളിപ്പിച്ചു വെച്ചു. ഇത്രയേ ഉള്ളൂ ആർദ്ര. എൻ്റെ ശബ്ദമൊന്ന് ഉയർന്നാൽ പിടഞ്ഞു പോകുന്ന ഒരു പെണ്ണ്. അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തിനാ ഇങ്ങനെയൊരു നാടകം? നാടകമൊന്നുമല്ല. ഞാൻ ഒരാഴ്ചയായിട്ട് ദീപൻ സാറിൻ്റെ കൂടെയാണ്. അത് ഞാൻ വിശ്വസിക്കണമല്ലേ? മുഖത്ത് നോക്കി പറയടി. അവളൊന്ന് ഞെട്ടലോടെ അവനെ നോക്കി. അതെ, സത്യമാണ്, വിശ്വസിച്ചേ പറ്റൂ. എന്നിട്ട് ഇവൻ നിന്നെ വിവാഹം കഴിക്കോ? അറിയില്ല. അതെന്തേ, ഉറപ്പില്ലേ? ഇല്ല. ശരി, വിശ്വസിക്കാം. ഇപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച്. അവൾ ഭയത്തോടെ അവനെ നോക്കി. കൊടുക്ക അവനൊരു ഡീപ്പ് കിസ്. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് ദീപനെ നോക്കി. എല്ലാം കൈവിട്ടുപോയി എന്ന് അവൻ കണ്ണുകൊണ്ട് പറഞ്ഞു. നീ കൊടുത്താലും മതിയടാ. അവൻ മിണ്ടിയില്ല. എന്തേ, പറ്റില്ലേ? പറ്റില്ല. കാരണം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യത്തിനും അപ്പുറം തൻ്റേതാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടാകണം. ദീപൻ മിണ്ടിയില്ല. ദാ ഇതുപോലെ. പറയലും ആർദ്രയെ വലം കൈയാൽ വലിച്ചു പിടിച്ച് ഇടം കൈയാൽ തലയൊന്ന് തന്നോട് അമർത്തി ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. ദീപൻ വിളറി വെളുത്തുപോയി. ഒരു നിമിഷം കൊണ്ട് പിടഞ്ഞു മാറിയവൾ വലം കൈ നീട്ടി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. കൈകൾ കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞു. എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നേ? എന്നെ കൈനീട്ടി അടിക്കാൻ മാത്രം എന്ത് സങ്കടമാണ് എൻ്റെ മോൾക്ക്? ദേവൻ ചോദിച്ചു. ഞാൻ അടുത്തേക്ക് വരുന്നതോ? എന്നെ കാണുന്നതോ? ഈ റിലേഷൻ അവസാനിച്ചിട്ടും ഞാൻ വീണ്ടും പിറകെ നടന്നതോ? വേണ്ട. അതിനുവേണ്ടി ഇനിയും ഇതുപോലെ ഒന്നും കാട്ടണ്ട. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല ആരു. ഒന്നും. ഞാൻ പോകുന്നതാണ് സന്തോഷമെങ്കിൽ നമ്മൾ ഇനി കാണില്ല. ദേ ഇങ്ങോട്ട് നോക്ക്. അവളുടെ മുഖമുയർത്തി കണ്ണുകൾ തുടച്ചു. നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചു. നമ്മൾ ഇനി കാണില്ല. പക്ഷേ ഞാൻ മിസ് ചെയ്യും ഈ ജീവിതം മുഴുവൻ. ബിക്കോസ് ഐ ലവ് യു. ദീപനെ ഒന്ന് നോക്കിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ആർദ്ര കരഞ്ഞുകൊണ്ട് ആ വെറും തറയിൽ ഇരുന്നു. ആർദ്ര. സാർ പൊയ്ക്കോ. നീ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യില്ല സാർ. പ്ലീസ്, ഞാൻ ഒന്ന് തനിച്ച് നിന്നോട്ടെ. ഓക്കെ, പക്ഷേ നാളെ ഞാൻ വരും. എനിക്കറിയണം എല്ലാം. അവളെ ഒന്ന് നോക്കിയിട്ട് ദീപൻ പുറത്തേക്കിറങ്ങി. അവൻ വണ്ടിക്കരികിലേക്ക് വരുമ്പോൾ കണ്ടിരുന്നു ജയദേവൻ നിൽക്കുന്നത്. അറിയാമായിരുന്നു കാത്തു നിൽപ്പുണ്ടാകുമെന്ന്. ഹലോ, അവിടെയൊന്ന് നിന്നേ. ദീപൻ അവൻ്റെ അരികിലേക്ക് നടന്നു. നാറ്റിക്കരുത് പ്ലീസ്. ഈ ഫ്ലാറ്റിൽ എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. അടുത്തേക്ക് എത്തും മുന്നേ ജാമ്യമെടുത്ത് നിന്നവൻ ചോദ്യഭാവത്തിലൊന്ന് നോക്കി. ഇല്ല, സത്യമായിട്ടുമില്ല. ഒന്ന് ആക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ കൂടെ നിന്നു എന്നേ ഉള്ളൂ. ദീപൻ പറഞ്ഞു. അല്ലെങ്കിലും എനിക്കറിയാംടാ, ഞാനല്ലാതെ മറ്റൊരാളെ അവൾക്ക് ആകില്ല എന്ന്. ദേവൻ പറഞ്ഞു. അതെനിക്കും അറിയാം. നോക്കണം, പാവമാണ്. ദേവൻ പറഞ്ഞു. ഞാൻ കാണില്ല എന്നേ പറഞ്ഞുള്ളൂ. വിവരങ്ങളെല്ലാം അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. നിന്റെ പെണ്ണായതിനു ശേഷം അവളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. ദീപം പറഞ്ഞു. ചിന്തിക്കരുത്. നിനക്ക് ചിന്തിക്കാനുള്ള ആൾ ദേ വരുന്നു. ഞാൻ പോവാ.
പറഞ്ഞിട്ട് അവൻ വണ്ടിയെടുത്തു. തിരിഞ്ഞു നോക്കിയ ദീപൻ പെട്ടു. അഷ്ടമി ദേവൻ്റെ ഓഫീസിലെ കുട്ടിയാണ്. കണ്ട അന്ന് തൊട്ട് പിറകെ നടക്കുന്നതാണ്. അവൻ തിരിയും മുന്നേ അവളുടെ വിളി വന്നു. സാർ. എന്താ, എന്നെ കാണാൻ വന്നതാണോ? അല്ല, പിന്നെ എന്തിനാ വന്നത്? അവൾ ചോദിച്ചു. ആർദ്രയെ കാണാൻ വന്നതാ. അവൾ സാറിൻ്റെ സ്റ്റാഫല്ലല്ലോ? അവൾ ചോദിച്ചു. പിന്നെ നീ എൻ്റെ സ്റ്റാഫാണോ? ദീപൻ പറഞ്ഞു. അല്ല. അവളുടെ മുഖം വാടി. അവൻ്റെ ഉലഞ്ഞ മുടിയും ലിപ്സ്റ്റിക് കളറും ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ കണ്ടുപിടിച്ചിരുന്നു. ജോലിക്ക് പോടി, കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു, ദീപൻ പറഞ്ഞു. അവളോട് ദേഷ്യപ്പെട്ട് വണ്ടിയെടുത്ത് പോകുമ്പോഴാണ് നിറഞ്ഞ കണ്ണുകൾ കണ്ടത്. അതിന് മാത്രം താനൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൻ ആലോചിച്ചു. പക്ഷേ ആർദ്രയ്ക്കൊപ്പമായിരുന്നു അവൻ എന്ന ചിന്ത പോലും അവളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. വേഗം ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ദീപൻ മുറിയിലെത്തുമ്പോൾ അവനെ കാത്തെന്ന പോലെ ദീപ്തി നിൽപ്പുണ്ടായിരുന്നു. എന്താടി? അതേ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. എന്തേ? എന്ത്? ഏട്ടൻ്റെ ഈ വേഷപ്പകർച്ച? അവൾ ചോദിച്ചു. അവൻ സ്വയം ഒന്ന് നോക്കി. മുടി പോലും ചീകാൻ തോന്നാത്തതിന് അവൻ ശപിച്ചു. വെറുതെയല്ല അഷ്ടമി കരഞ്ഞത്. ഇനി ആർദ്രയും താനും അങ്ങനെ ചിന്തിച്ച് കാണുമോ? ദീപൻ ആലോചിച്ചു. എന്ത് മര്യാദക്ക് പറഞ്ഞാൽ ഇത് ഇവിടെ തീരുമില്ലേ? താഴേക്ക് പോയി അമ്മയോട് പറയും. എടി വാ, ഇങ്ങോട്ട് വാ, ഞാൻ എല്ലാം പറയാം, ദീപൻ പറഞ്ഞു. അവളെ കൈപ്പിടിച്ച് മുറിയിലാക്കി ഉണ്ടായതെല്ലാം പറഞ്ഞു. അപ്പോൾ ഏട്ടൻ നാളെ കഥ കേൾക്കാൻ പോവാണോ? അവൾ ചോദിച്ചു. ഞാനും വരട്ടെ? വേണ്ട, അവൾ എന്നെ വിശ്വസിച്ചല്ലേ പറയുന്നേ. ലവ് സ്റ്റോറി നീ ഒറ്റയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കിക്കോ, അവൾ ചോദിച്ചു. എന്നാ ശരി. പിന്നെ ഏട്ടാ, ആരാ ഈ അഷ്ടമി? ദീപ്തി ചോദിച്ചു. അവളോ? ഒരു അലവലാതി. എന്തേ? അവളാ എന്നെ വിളിച്ചു പറഞ്ഞത് ഏട്ടൻ കൈവിട്ട് പോയി എന്ന്. അവളോ? ഡി പൊയ്ക്കോ, ഗുഡ് നൈറ്റ്. ഫുഡ് വേണ്ടേ ഏട്ടാ? ദീപ്തി ചോദിച്ചു. വിശപ്പില്ല. അവൾ പോയപ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ച് അവൻ ബെഡിലേക്ക് വീണു. ദേവേട്ടാ. അവനൊന്ന് തിരിഞ്ഞു നോക്കി. പാർവതിയാണ്. എപ്പോൾ വന്നു? ഇവൻ ചോദിച്ചു. വന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ പെണ്ണും ചെക്കനും വേണ്ട എന്ന് പറഞ്ഞു. അച്ചമ്മയാണ് ആളെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ദേവേട്ടൻ എന്താ എന്നെ വിളിക്കാഞ്ഞേ? അവൾ ചോദിച്ചു. തിരക്കായി പോയി. അല്ല, എനിക്കറിയാം. ആ റിലേഷൻ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉള്ളിൽ ആ പെണ്ണാണ്. അവൾ നിറഞ്ഞ മിഴികൾ തുടച്ച് എന്തുകൊണ്ടോ ആ കണ്ണുനീർ അവനിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഹൃദയം നിറയെ നിറഞ്ഞ മിഴികളായി ഒരുവൾ അങ്ങനെ നിൽക്കുന്നു. എനിക്ക് സമയം വേണം പാർവതി, പ്ലീസ്. പെട്ടെന്നൊരു മാറ്റം എനിക്ക് പറ്റില്ല, ദേവൻ പറഞ്ഞു. ഇനി 2 ആഴ്ച കൂടെയുള്ളൂ കല്യാണത്തിന്. ആയിക്കോട്ടെ. എനിക്ക് ദേവേട്ടൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ലേ? അവൾ ചോദിച്ചു. ഉണ്ടാകും. അല്പം സമയമല്ലേ ചോദിക്കുന്നുള്ളൂ. എന്തേ, ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണമെന്നുണ്ടോ നിനക്ക്? ദേവൻ ചോദിച്ചു. എനിക്ക് ഫസ്റ്റ് നൈറ്റാണ്. ഏട്ടന് അങ്ങനെയല്ല എന്നറിയാം. കാത്തിരുന്നോളാം. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നാൽ മതി, അത്രയും മതി, പാർവതി പറഞ്ഞു. സോറി പാർവതി, അല്പസമയം കൂടെ. പാറുമോളെ, ഒന്നിങ്ങ് വന്നേ. അച്ചമ്മയുടെ ശബ്ദം. ഞാൻ താഴേക്ക് ചെല്ലട്ടെ, അമ്മമ്മ വിളിക്കുന്നു. പോകും മുന്നേ അവൾ ഓടി വന്നിട്ട് അവനെ മുറുകെ ഒന്ന് കെട്ടിപ്പിടിച്ചു. സോറി. അത്രയും പറഞ്ഞിട്ട് അവൾ ചിരിയോടെ ഓടി. അവന് അസ്വസ്ഥത തോന്നി. മേലാകെ ഉറുമ്പരിച്ചതുപോലെ. വയ്യ, ആർദ്രയല്ലാതെ മറ്റൊരു പെണ്ണിനെ ആലോചിക്കാൻ പോലും. ചായ കുടിച്ച് കപ്പ് ദീപൻ ടേബിളിലേക്ക് തിരിച്ചു വെച്ചു. പറയൂ ആർദ്ര. അവളൊന്ന് നിശ്വസിച്ചു. എൻ്റെ അമ്മ അറിയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ 2-3 പുരുഷന്മാർ ആ വീട്ടിൽ കയറിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ എനിക്ക് കളിക്കാനായി കളിപ്പാട്ടങ്ങളും വരയ്ക്കാൻ ക്രയോൺസും പുസ്തകവുമൊക്കെയായി അപ്പുറത്തെ മുറിയിലിരുത്തി മുറി പുറത്തുനിന്ന് പൂട്ടും. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇരുന്ന് വരയ്ക്കുമായിരുന്നു. പിന്നെ പിന്നെ ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഒരാൾ മാത്രം വരാൻ തുടങ്ങി. പതിയെ അയാൾ സ്ഥിരമായി. അയാളെ അച്ഛൻ എന്ന് എന്നെക്കൊണ്ട് വിളിപ്പിച്ചു. അർത്ഥം അറിയില്ലായെങ്കിലും എനിക്കും ഒരു അച്ഛനുണ്ടെന്ന് ഞാൻ കരുതി. വലുതായപ്പോൾ എന്നെ സ്കൂളിൽ ചേർത്തു. തെളിഞ്ഞും മറിഞ്ഞും എന്നെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊരു അമ്മയുടെ മകൾ ആയതുകൊണ്ടാകും ആരും എന്നോട് കൂട്ടുകൂടിയിരുന്നില്ല. തനിച്ചായിരുന്നു ഞാൻ പണ്ടേ മുതൽ. പണ്ടേ തനിച്ചായതുകൊണ്ട് അത് സഹിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയെന്ന് വേണം കരുതാൻ. ഒരിക്കൽ സ്കൂൾ വിട്ട് വന്ന എന്നെ അച്ഛൻ മടിയിലിരുത്തി കൊഞ്ചിച്ചു. പിറ്റേന്നും ഈ 2 ദിവസം അമ്മയുണ്ടായിരുന്നു വീട്ടിൽ. പിറ്റേന്ന് എന്തോ അത്യാവശ്യമായി ബാങ്കിൽ പോകേണ്ടി വന്നു. നീ പോയിട്ട് വാ, അവൾ വന്നാൽ ഞാൻ നോക്കിക്കോളാം എന്ന് അയാളുടെ വാക്കിനെ വിശ്വസിച്ചു. വന്ന ഉടനെ അയാൾ കുളിപ്പിക്കാൻ എന്നും പറഞ്ഞ് എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. എൻ്റെ ചെറിയ മാറിൽ അയാൾ വിരൽ കൊണ്ട് ഞെരിച്ചു. പല്ലുകൾ കൊണ്ട് കടിച്ചു വലിച്ചു. വേദന കൊണ്ട് ഞാൻ നിലവിളിച്ചു പോയിരുന്നു. അതൊന്നും അയാൾക്ക് ഒരു വിഷയമായിരുന്നില്ല. കാട്ടാളിൻ്റെ തിമിർപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയിരുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ നിൻ്റെ അമ്മയെ കൊന്നുകളയും. പിന്നെ നീ എന്നും എൻ്റെ കൂടെയാണെന്ന് അത് ഓർമ്മ വേണം. അമ്മ വരുമ്പോൾ പനിച്ചു വിറക്കുകയാണ് ഞാൻ.
എന്തോ ഒരു ഉടുപ്പ് എൻ്റെ ദേഹത്തുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പനി കുറഞ്ഞു. ആ ദിവസങ്ങളിൽ മേൽ കഴുകാൻ ഞാൻ കൂട്ടാക്കിയില്ല. 3-ാം ദിവസം അമ്മ വരും മുന്നേ തനിച്ചു കുളിച്ചു. പിന്നെ അയാളുടെ അരികിൽ ഞാൻ പോകില്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ പോയി ഇരിക്കും. അവർക്ക് ഇഷ്ടമല്ല എന്നിട്ടുകൂടി പെൺകുട്ടിയാണല്ലോ എന്നോർത്ത് അവർ ഒന്നും പറയില്ല. അങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിലും എനിക്ക് നന്നായി ഭക്ഷണം തരാനും പാലും മുട്ടയും തന്ന് ശരീരം ബലപ്പെടുത്താനും അമ്മ ശ്രദ്ധിച്ചു. നന്നായി പഠിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയുടെ വാക്ക് കേട്ടിട്ടോ എന്തോ കുട്ടികൾക്ക് ഇടയിൽ എന്നോടുള്ള മനോഭാവം മാറി വന്നു. എല്ലാ വർഷവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള സമ്മാനം ഞാൻ തന്നെ കൈനീട്ടി വാങ്ങി. 4-ാം ക്ലാസ് കഴിഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് മാറേണ്ടി വന്നു. ബാങ്കിലെ ലോൺ അടക്കാൻ കഴിയാതെ വീട് ജപ്തിയായി പോയിരുന്നു. ഒരു വാടക വീട്ടിലേക്ക് മാറി. ഒപ്പം അയാളും. അയൽപ്പക്കത്ത് നല്ലൊരു വീടുണ്ടായിരുന്നു. അവിടുത്തെ ആൻറ്റി പോലീസാണ്. ഒരേ ഒരു മകൻ. അയാളും പോലീസാകാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ ഗൾഫിലാണ്. സ്കൂൾ വിട്ട് വന്നാൽ അവരുടെ വീട്ടിലാണ് ഞാൻ ഉണ്ടാവുക. ഒരു ദിവസം അവരുടെ മകനെ കണ്ടു. എന്നെ ഒരു പുച്ഛത്തോടെയാണ് അയാൾ നോക്കിയത്. അമ്മയെക്കുറിച്ച് അയാൾക്ക് അറിയാമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ ഋതുമതിയായി. വരവ് അറിയിച്ച് ചുവപ്പ് രാശി പടർന്നൊഴുകി. അനിവാര്യമായ മാറ്റങ്ങൾ. അമ്മയുടെ ഭംഗി അതുപോലെയോ അതോ അതിൽ കൂടുതലോ എനിക്ക് കിട്ടിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അന്നൊരു നശിച്ച രാത്രിയാണ്. അച്ഛനെന്ന് പറയുന്ന ആൾ അറിയാതെ അമ്മ ടൗണിൽ പോയിരുന്നു. വിചാരിച്ച പോലെ അന്ന് രാത്രി തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പോലീസ് ആൻറ്റി അന്ന് രാത്രി ഇല്ലായിരുന്നു. നല്ല മഴയും. അന്ന് രാത്രി അയാൾ എന്നെ തകർത്ത് കളഞ്ഞു. ഒരു രാത്രി മുഴുവൻ എന്നെ ഉഴുതുമറിച്ചു. മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോയ നിമിഷങ്ങൾ. പകലാകും മുന്നേ അയാൾ സ്ഥലം വിട്ടിരുന്നു. അബോധാവസ്ഥയിൽ കിടന്ന എന്നെ അമ്മ ഹോസ്പിറ്റലാക്കി. ഡോക്ടറുടെ കാല് പിടിച്ച് കേസാക്കല്ലേ എന്ന് പോലീസ് ആൻറ്റി കൂടെ പറഞ്ഞതോടെ അയാൾ സമ്മതിച്ചു. 4 ദിവസം കഴിഞ്ഞാണ് ഓർമ്മ വന്നത്. ശരീരം മുഴുവൻ നിറയെ വേദനയായിരുന്നു. സംസാരിക്കാനായപ്പോൾ അമ്മ അടുത്തേക്ക് വന്നു. അയാളാണോ? കണ്ണീരോടെ ഒന്ന് മൂളി. അങ്ങനെ നെഞ്ചോട് ചേർത്ത്. എന്തേ അമ്മയോട് പറഞ്ഞില്ല? കൊല്ലുമെന്ന് പറഞ്ഞു. നിന്നെയോ? അല്ല, അമ്മയെ. അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. അമ്മയുടെ പണി എൻ്റെ മോൾക്ക് വേണ്ട. നന്നായി പഠിക്കണം. സ്വന്തം പേരിൽ നിലനിൽക്കാനാകണം. ബിസിനസ് അല്ലേ ഇഷ്ടം? വലിയൊരു ബിസിനസ്സുകാരിയാവണം. മറുപടി നൽകാതെ നെഞ്ചിൽ ചേർന്നിരുന്നു. 1 മാസത്തിന് ശേഷം ഒന്നും അറിയാത്ത പോലെ അയാൾ പടി കയറി വന്നു. ഞാൻ ഭയത്തോടെ അമ്മയ്ക്ക് അരികിലേക്ക് ഓടി. ഒന്ന് കണ്ണടച്ച് കാണിച്ച് അവൾ ഉണ്ടായതൊക്കെ പറയുമ്പോൾ പേടിക്കണ്ട, ഞാനുണ്ട് ഇനി എന്ന് പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിച്ചു അയാൾ. 1 ആഴ്ച കൂടെ കഴിഞ്ഞ് ഒരു ദിവസം അയാൾ എൻ്റെ മുറിയിലേക്ക് വന്നു. നീ അങ്ങ് പെട്ടെന്ന് വളർന്നല്ലോടി. മിണ്ടിയില്ല. പേടി കൊണ്ട് പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേൾക്കാം. നീ നല്ലൊരു അസൽ ചരക്കാണ്. ഒരു രാത്രി മുഴുവൻ കിടന്നിട്ടും കൊതി മാറിയില്ല എൻ്റെ. കൊതി ഞാൻ മാറ്റി തന്നാൽ മതിയോ? അയാളൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. സുമേ, നിങ്ങളാണ് എൻ്റെ മോളെ കൊല്ലാക്കൊല ചെയ്തത് എന്ന് എനിക്കറിയാമായിരുന്നു. ഇതുവരെ ഉണ്ടായതെല്ലാം അവൾ എന്നോട് പറഞ്ഞു. അയാൾ പകപ്പോടെ ഒന്ന് നോക്കി. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ കയറി വന്നിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ ഭാവം അറിയാനാണ് ഞാൻ മിണ്ടാതെ ഇരുന്നത് തന്നെ. എല്ലാം കൈവിട്ടു പോയി എന്നറിഞ്ഞ നിമിഷം അയാളുടെ ഭാവം മാറി. അതേടി, അച്ഛനെന്ന് വിളിച്ചാലും അവളുടെ തന്ത ഞാനല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെ കൂടെ കണ്ടിട്ട് തന്നെയാ ഞാൻ നിനക്കൊപ്പം കൂടിയത്. അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഒന്ന് തള്ളി. അടുത്ത നിമിഷം പുറകിൽ ഒളിപ്പിച്ച അരിവാൾ അയാളുടെ നെഞ്ചു നോക്കി വീണു. ചാവടാ, ഈ ഭൂമിക്ക് മുകളിൽ ഒരു സുമ മതി. എൻ്റെ മോൾ കൂടെ വേണ്ട. 3 വെട്ട്. അയാൾ ഒന്ന് വിറച്ചു വീണു. നിറഞ്ഞൊഴുകിയ ചുവപ്പ് നിറം. ഭയത്തോടെ കണ്ണുകളടച്ച് നിന്നവളെ അമ്മ കൈയോടെ ചേർത്ത് പിടിച്ചു. പോലീസ് ആൻറ്റിയുടെ വീട്ടിൽ കാര്യം പറഞ്ഞു. തന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് കൊണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കലും ആർദ്ര അതിൻ്റെ ഇടയിൽ വരരുത് എന്ന് അവർ ആഗ്രഹിച്ചു. പോലീസ് സ്റ്റേഷനിൽ അത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ ജയിലിലേക്ക്. ആ ദിവസങ്ങൾ അത്രയും പോലീസ് ആൻറ്റി എന്നെ സംരക്ഷിച്ചു. അവളോട് മാത്രം സത്യം പറഞ്ഞു. പറയുമ്പോൾ അവരുടെ മകനും ഉണ്ടായിരുന്നു, അലോഷി. 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. ഞാൻ ജുവനൈൽ ഹോമിൽ നിന്നു. 18 വയസ്സായപ്പോൾ എന്നെ പുറത്തേക്ക് വിട്ടു. പോലീസ് ആൻറ്റി ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ എന്നെ താമസിപ്പിച്ചു. നന്നായി പഠിക്കുന്നത് കൊണ്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അമ്മ പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് അരികിൽ വന്നു. സ്വതന്ത്രമായി ജീവിക്കാൻ പഠിപ്പിച്ചു. അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ഈ ഭൂമുഖത്ത് ഞാൻ അങ്ങനെ അനാഥയായി. ക്യാമ്പസ് സെലക്ഷൻ ജോലി കിട്ടുന്നത് വരെ പരിതാപകരമായിരുന്നു എൻ്റെ ജീവിതം. എല്ലാം പറഞ്ഞു ആർദ്ര പൊട്ടിക്കരഞ്ഞു. ദീപൻ വല്ലാതെയായിപ്പോയി. ഇവളെയാണല്ലോ ദൈവമേ അന്ന് ഞാൻ ഹോട്ടലിൽ വെച്ച് നാണം കെടുത്താൻ നോക്കിയത്. എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ജയദേവൻ സാറിൻ്റെ ഭാര്യയാകാൻ? നാളെ ഒരിക്കൽ ഒരു വേശ്യയാണ് ഇവളുടെ അമ്മ എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവളും ഒരിക്കൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജയ് അംഗീകരിക്കുമോ? വെറുത്തു പോകില്ലേ? അതുപോലെ ഒരു അമ്മയെ, ആ അമ്മയ്ക്ക് ജനിച്ച എന്നെയും. എനിക്ക് വയ്യ. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലില്ല ഒരിക്കലും. പക്ഷേ മറ്റൊരാളെ ഇനി എനിക്ക് ആലോചിക്കാൻ പോലും ആകില്ല എന്ന് മാത്രം. അത്രയധികം അയാൾ എൻ്റെ ഉള്ളിലുണ്ട്. അവളോട് എന്ത് പറയണമെന്നറിയാതെ അവൻ ഇരുന്നു. മറുവശത്ത് ഫോണിൽ എല്ലാം കേട്ട് പൊട്ടിക്കരയുകയായിരുന്നു ദീപ്തിയും. ദേവേട്ടാ,
അവൻ തല ഉയർത്തി നോക്കി. ആ നീരു, വാടോ. എന്താ നിന്ന് കളഞ്ഞേ? ഒന്നുമില്ല. വാ നീരജ, പാർവതിയുടെ അനിയത്തിയാണ്. ദേവേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. സോറി, തിരക്കായി പോയടാ, അതല്ലേ. എന്താ ഇപ്പോൾ വന്നേ? വെറുതെ പറയടോ. അവൾ വേഗം ചെന്ന് വാതിലടച്ചു. ഞാനൊരു രഹസ്യം ചോദിക്കാൻ വന്നതാ. എന്തേ? അന്ന് വന്നത് ആരാ ദേവേട്ടാ? എന്ന് വന്നത്? കൂടെ വന്നില്ലേ ഒരു ചേച്ചി? ഓ, ആർദ്ര, അതാണോ പേര്? ഒത്തിരി ഇഷ്ടമാണല്ലേ? അവനൊന്ന് ഞെട്ടി. നിനക്ക് അങ്ങനെ തോന്നിയോ? കള്ളം പറയാൻ വിൽക്കണ്ട ദേവേട്ടാ, അമ്മമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. അവനൊന്ന് പകച്ചു. സത്യം. ഞാൻ അമ്മമ്മയ്ക്കൊപ്പം കിടക്കാനിരുന്ന അന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു. മോള് ഇതാരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. പറയണ്ട. ദേവേട്ടന് ആ ചേച്ചി നല്ല മാച്ചാണല്ലോ. പിന്നെന്തിനാ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിക്കുന്നേ? എനിക്ക് വിധിയില്ല നീരു. അവൾക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. കള്ളമാണെന്ന് എനിക്കറിയാം. എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. കാണരുത് എന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞു. എന്നിട്ട് അവൾ പോയി. ഇനി ഒരിക്കലും അവൾ വരില്ല. അപ്പോൾ ഇനി വരില്ലേ? നീരു ചോദിച്ചു. ഇല്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതവൾ കാണാതിരിക്കാൻ അവനൊന്ന് മറുവശം തിരിഞ്ഞു നിന്നു. ദേവേട്ടാ, മോള് പൊയ്ക്കോ പ്ലീസ്. അത്രയ്ക്ക് ഇഷ്ടാലേ? നീരു ചോദിച്ചു. ഒത്തിരി ജീവനാണ്. പിന്നെ ഒന്നും ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല. ഹെഡിൻ്റെ നമ്പർ ഫോണിൽ തെളിഞ്ഞു. അത് കണ്ടപ്പോൾ ദീപൻ നിന്ന് വിയർത്തു. ഹലോ സാർ. എന്താണ് ദീപൻ, ഒരു വിക്കലൊക്കെ? ഒന്നുമില്ല സാർ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നടക്കുന്നുണ്ട്. ഫോട്ടോസ് ചോദിച്ചിട്ട്? അയ്യോ മറന്നു, ഇപ്പോൾ അയച്ചേക്കാം. അവൻ അപ്പോൾ തന്നെ മെയിൽ ഓപ്പൺ ചെയ്ത് ആർദ്രയുടെ വിവിധ തരത്തിലുള്ള ഫോട്ടോസ് അയാളുടെ മെയിലിലേക്ക് അയച്ചു കൊടുത്തു. നോക്കട്ടെ, ഒരു മിനിറ്റ്. അയാൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് നോക്കി. വാവ്, ഇറ്റ്സ് വണ്ടർഫുൾ. ഐ തിങ്ക് ഐ വാണ്ട് ടു ഫക്ക് വിത്ത് ഹർ. സർ, അവനൊരു അങ്കലാപ്പോടെ വിളിച്ചു. സോറി ദീപൻ. സോ ഹോട്ട്, സോ ബ്യൂട്ടിഫുൾ. ഒന്ന് തൊടാൻ കൊതിയാകുന്നു. സർ, അല്പം സമയം കൂടെ തരൂ. ടേക്ക് യുവർ ഓൺ ടൈം. ബട്ട് റിമെമ്പർ, അത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 1 മാസം തികച്ചില്ല. അറിയാലോ? അറിയാം സാർ. ഓക്കെ, കോൾ യു ലേറ്റർ. ഓക്കെ സാർ. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് അവൻ ഇരുന്ന് വിറച്ചു. അവനെപ്പോലെ ഒരു തേർഡ് റേറ്റിന് ആർദ്രയെ കൊടുക്കാം എന്ന് ഏറ്റ നിമിഷം അവൻ ശപിച്ചു. എങ്ങനെ താൻ? ദേവൻ എങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ താനില്ല. ആർദ്രയോ? ചിന്തിക്കാൻ പോലും വയ്യ. തന്നെ മാത്രം വിശ്വസിച്ചാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. എങ്ങനെ പറയും നിന്നെ വിൽക്കാൻ കൊണ്ടുവന്നതാണെന്ന്? പെട്ടുപോയതാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ അവൾ? വിശ്വസിക്കോ? ഇല്ല. പിന്നെ തൻ്റെ അച്ഛനും അമ്മയും ദീപ്തി? ഇല്ല. അതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ്. അവളെ കൊടുത്തില്ല എങ്കിൽ എഡിൻ കൊണ്ടുപോകുന്നത് ദീപ്തിയായിരിക്കും. എന്തു ചെയ്യും ദൈവമേ? 1.5 ആഴ്ച, അത്രയുള്ളൂ സമയം. ദേവൻ്റെ കല്യാണത്തിനും ആ സമയമാണ്. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് തോന്നിയ നിമിഷം അവൻ എഴുന്നേറ്റു. എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിരിക്കുന്ന ദീപ്തിയും ആർദ്രയും. അവനൊന്നു നിന്നു. പിന്നെ വേഗം തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഡാ ഏട്ടാ, എന്താ വന്നിട്ട് മിണ്ടാതെ അങ്ങ് പോകുന്നേ? ഓ, ഒന്നുമില്ലേ? അപ്പോൾ എന്തോ ഉണ്ട്, കാര്യം പറ. അത് പിന്നെ ഒന്നുമില്ല. എങ്ങോട്ടാ ധൃതി പിടിച്ച്? അച്ഛൻ്റെ അടുത്തേക്ക്. ഓ, ഓഫീസിലേക്കോ? എന്നാ പോയിട്ട് വാ. എന്തോ ആർദ്രയുടെ മുഖത്ത് നോക്കാനാകുന്നില്ല. അവൻ ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ മുഖവും മങ്ങി. എന്തു പറ്റി സാറിന്? അറിയില്ല, എന്തേലും ടെൻഷൻ ഉണ്ടാകും. അതാ അച്ഛൻ്റെ അടുത്തേക്ക് പോയത് അല്ലേ? പിന്നെ അവളൊന്നും ചോദിക്കാൻ നിന്നില്ല. നീ എന്താടാ ഈ പറയുന്നേ? അതെ അച്ഛ, സത്യമാണ്. നീ എന്ത് പണിയാ ചെയ്തേ ദീപു? അവൻ ഇരുന്ന് കരഞ്ഞു. തന്നോളം വളർന്ന മകൻ കരയുന്നത് കണ്ട് അയാൾ പകച്ചു. എന്നോടല്ലേ ദേഷ്യം തോന്നേണ്ടത്? അതിന് ദേവനും നീയും എന്തിനാ വഴക്കായത്? അവനോടുള്ള ദേഷ്യം തീർക്കാൻ കാണിച്ച പണിയാണോ ഇത്? അന്നേ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ടെൻഡർ വാങ്ങിക്കില്ലായിരുന്നു. ഇങ്ങോട്ട് ഓഫർ വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്. ഞാൻ എന്താ ചെയ്യാച്ചാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു. ആർദ്രയെ അവൻ എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ ദീപ്തിയെയാകും അവൻ കൊണ്ടുപോവുക. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും പെട്ടു. ആരും അറിയാതെ നോക്കിക്കോ എല്ലാം. അമ്മ അറിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. കുറച്ച് വിഷം വാങ്ങി കഴിക്കേണ്ടി വരും. അച്ഛാ, ഞാൻ ആലോചിക്കട്ടെ, നീ ചെല്ല്. എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് അവൻ ബീച്ചിലേക്ക് വിട്ടു. സമാധാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണത്. പക്ഷേ സമാധാനം കളയാനായി ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അഷ്ടമി. സാർ, എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? വെറുതെ. എന്നാ ഞാനും വെറുതെ. ഓ സാർ, എനിക്കൊപ്പം പറഞ്ഞു പഠിക്കുവാണോ? ഞാൻ ഒരല്പം സമാധാനത്തിന് വേണ്ടി വന്നതാ. നീ ഒന്ന് പോയി തരുമോ? ഇവിടെ ആർക്ക് വേണേലും വരാം. എന്നാ നീ ഇവിടെ ഇരുന്നു, ഞാൻ എണീക്കാം. അവൻ എണീക്കാനാഞ്ഞതും അവൾ എഴുന്നേറ്റു. വേണ്ട സാർ ഇരുന്നു, ഞാൻ പോവുകയാണ്. ഒന്ന് മൂളിയിട്ട് അവൻ ഇരുന്നു. ഉടനെ തന്നെ ഫോൺ എടുത്ത് അറിയിക്കേണ്ട ആളെ അറിയിച്ചു. ദേവാ. എന്താ അച്ചമ്മേ? ദേ താലിമാല, നിനക്ക് ഇഷ്ടമായെന്ന് നോക്ക്.
അച്ചമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? അത് മതി, എനിക്കിഷ്ടാവും. അവന് അച്ചമ്മയോടുള്ള സ്നേഹം അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ ദേഷ്യത്തോടെ മുഖം കയറ്റി വെച്ചു. പാറുമോൾക്ക് ഇഷ്ടായോ? ഇഷ്ടായി അമ്മാമ്മേ. ഇനി ഒരാഴ്ച കൂടെയുള്ളൂ. ഈ ഒരാഴ്ച പാറു ഇങ്ങോട്ട് വരണ്ട. അതിങ്ങനെ അമ്മമ്മേ? വരണ്ട കുട്ടി, ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ ഉണ്ടല്ലോ നിനക്ക് അവനെ കാണാൻ. അതുപോലെ. അവൾ ചിരിയോടെ തലയാട്ടി. ദേവനെ കൊതിയോടെ ഒന്ന് നോക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞാൽ ദേവൻ തൻ്റെ സ്വന്തമാണ്, തൻ്റെ മാത്രമാണ്. സാർ. എഡ്വിൻ മുഖമുയർത്തി നോക്കി. അപർണ പോകാനുള്ള വേഷത്തിലാണ്. ഇറായോ അപ്പോ? അവൻ വലിപ്പിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ ഈ മുഖത്ത് തെളിച്ചമില്ലാത്തത്? അല്ലെങ്കിൽ പോകാൻ നേരം കൂടെ തന്നെ കെട്ടിപ്പിടിച്ച് താങ്ക് യു സാർ എന്നൊക്കെ പറയാതെ അപർണ പോകാറില്ലല്ലോ. ഹലോ, വാട്ട് ഹാപ്പൻ ഡിയർ? നത്തിങ്. ഏയ്, അത് വെറുതെ. പറ, എന്തു പറ്റി? ഒരു കൈയാൽ തന്നോട് ചേർത്ത് നിർത്തിയിട്ടാണ് ചോദ്യം. സാർ, ഇന്നലെ ആ സമയത്ത് എന്നെ എന്താ വിളിച്ചേ? ഞാൻ എന്ത് വിളിച്ചു? കണ്ടോ? അതുപോലും ഓർമ്മയില്ല. എനിക്കറിയാം. അല്ലെങ്കിലും ഞാൻ ആരുമല്ല എന്ന്. സാറിൻ്റെ ഒരു കോളിനപ്പുറം കാത്തു നിൽക്കുന്നവളാണെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷവും വേറെ ആർക്കൊപ്പവും വേണ്ട എന്ന് തീരുമാനിച്ചത് സാർ തന്നെയാണ്. സോ വാട്ട് ആർ യു ട്രൈയിങ് ടു സേ? സാർ എന്നെ മറ്റൊരു പേര് വിളിച്ചു. അവനൊന്ന് പകച്ചു. ഏത് പേര്? ആർദ്ര. ഹൂ ഈസ് ഷീ? അവൻ ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും പിന്നെ ചിരിച്ചു. അങ്ങനെ വിളിച്ചോ? സോറി അപ്പു. ആരാ അത്? അവൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ കൊതിച്ചതിൽ ഏറ്റവും സുന്ദരമായ ഒരു പൂവ്. അപർണയുടെ കണ്ണൊന്ന് നിറഞ്ഞു. ഏതു നേരത്താണോ ആവോ ഇയാളോട് പ്രണയം തോന്നിയത്? സ്വന്തമാവില്ലെന്ന് 100% ഉറപ്പുണ്ടായിട്ടും സ്നേഹിച്ചു പോയത്. നിറഞ്ഞു തൂകിയ കണ്ണുകൾ അവൾ തുടച്ചു. എന്താ നിനക്ക്? പ്രണയമാണോ എന്നോട്? അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ ഒന്ന് നോക്കി. പതിയെ മൂളി. പക്ഷേ അവൻ്റെ പൊട്ടിച്ചിരി ഇതുവരെയുള്ള എല്ലാം കാത്തിരിപ്പും വിഫലമാക്കിക്കൊണ്ട്. എനിക്ക് വയ്യ ചിരിക്കാൻ. എന്നെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയുണ്ട് നിനക്ക്? അവൾ മിണ്ടിയില്ല. നീയൊരു കോൾ ഗേളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ശരിയാണ്, പ്രണയം തോന്നിയത് തനിക്ക് മാത്രമാണല്ലോ. പക്ഷേ അവനൊന്ന് മറന്നു. ഈ അപർണ വേറെ ഒരാൾക്ക് വേണ്ടിയും കോൾ ഗേളായി പോയിട്ടില്ല. ഈ ഉള്ളവനൊഴികെ. ആദ്യമായി അറിഞ്ഞ പുരുഷനോട് എന്നോ തോന്നിപ്പോയ ആരാധന എപ്പോഴോ പ്രണയമായി മാറിക്കഴിഞ്ഞിരുന്നു. കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കാതെ പോകുന്നവളെ കാണെ മുഷ്ടി ചുരുട്ടി ടേബിളിൽ ഇടിച്ചവൻ. മാസങ്ങൾക്ക് മുൻപ് ഒരു ടെൻഡർ സൈൻ ചെയ്യുന്ന വേളയിലായിരുന്നു എഡ്വിൻ. മിസ്റ്റർ ജയദേവൻ കൂടി സൈൻ ചെയ്താൽ ഈ 3 വർഷം നമ്മൾ ഒരൊറ്റ ടീമായി പ്രവർത്തിക്കും. യാ ഷുവർ സർ. സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയാൾ പറഞ്ഞത്, ദേവൻ്റെ PA ആളൊരു സുന്ദരിയാണല്ലോ. താങ്ക് യു സാർ. ഒരൊറ്റ ദിവസത്തിന് എനിക്ക് വേണം അവളെ. എന്തു പറയുന്നു? സൈൻ ചെയ്യാൻ എടുത്ത പേന അവൻ തിരികെ വെച്ചു. ആർദ്ര. അവൻ്റെ ശബ്ദം കേട്ട് അവൾ അവനോടടുത്ത് വന്നു. എന്താ സാർ? നിനക്ക് എന്നെ വിശ്വാസമാണോ? അതെ സാർ. വാ. അരികിലേക്ക് നീട്ടിയ കൈകളിലേക്ക് അവൾ ഒതുങ്ങി നിന്നു. നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ചു. അവനെ ഒന്ന് നോക്കി. അടിക്കടി. ആദ്യം പകച്ചു പോയവൾ. എന്താ സാർ? കൊടുക്ക അവനൊരെണ്ണം. എന്തിനാണെന്ന് ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. പിന്നെ എന്തേലും പറയും മുന്നേ അവളുടെ കൈകൾ ഉയർന്നു. ഡി, നീ എന്നെ തല്ലിയല്ലേ? അവൾ ദേവനെ ഒന്ന് നോക്കി. എന്തിനാണെന്ന് സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ഇനി ഇതിൽ സൈൻ ചെയ്യുന്ന കാര്യം എനിക്കൊന്ന് ആലോചിക്കണം. സാർ ആലോചിച്ചോ? പക്ഷേ ആ ലാഭം കിട്ടുന്ന 100 കോടി വേണ്ട എന്ന് വെക്കാൻ അധികമൊന്നും ആലോചിക്കേണ്ട എനിക്ക്. സോ ബൈ ഫോർ എവർ. ഇനിയൊരു കോൺട്രാക്റ്റും നമ്മൾ തമ്മിൽ ഉണ്ടാകില്ല. ആർദ്രയുടെ കൈ പിടിച്ച് ജയദേവൻ ഇറങ്ങി. അന്ന് തുടങ്ങിയ പക, കലങ്ങിപ്പോയ മനസ്സ്, എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഇരുന്നപ്പോഴാണ് അന്നൊരു ദിവസം ഇൻ്റർവ്യൂ ചെയ്യാനായി ഒരു പെൺകുട്ടി കയറി വന്നത്. എന്താ പേര്? സർ, അപർണ. ആ അപർണ. താൻ കണ്ടു എന്ന് പറയുന്ന പരസ്യം പഴയതാണ്. മാനേജർ പറഞ്ഞില്ലേ? പറഞ്ഞു സർ. പിന്നെ എന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കാൻ എന്താ കാരണം? സാർ, എനിക്ക് എന്തേലും ജോലി തരാമോ? അത്രയ്ക്ക് കഷ്ടപ്പാടാണ്. പ്ലീസ് സാർ, പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ആരെങ്കിലുമാണോ തൻ്റെ? സാർ, സോറി സാർ, അങ്ങനെയല്ല സാർ. എൻ്റെ അവസാന പ്രതീക്ഷയാണ് ഈ ജോലി. പ്ലീസ് സാർ. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഇരുനിറമുള്ള ഒരു പെൺകുട്ടി, വിടർന്ന കണ്ണുകളും നിഷ്കളങ്കമായ സംസാരവും. എവിടെയൊക്കെയോ ആർദ്രയെ ഓർമ്മ വന്നു.